ഹായ്, കുറച്ച് അധികം ദിവസങ്ങളായി ഒന്ന് പുറത്തൊക്കെ പോയിട്ട് പുറത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചായി. കുറച്ച് തിരക്കുകളും പിന്നെ കുറച്ച് കോൾഡിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഫുഡ് അങ്ങനെ പുറത്ത് പോയി കഴിച്ചിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യാറില്ല. അത് കാരണം കൊണ്ട് അപ്പൊ ഇന്ന് ഞങ്ങളിങ്ങനെ ചെറിയൊരു ഫുഡ് കഴിക്കാണ്ട് ഉച്ചയ്ക്കുള്ള മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിരുന്നു. അത്താണിലുള്ള സൽക്കാരയിലേക്കാണ് ഇന്നത്തെ യാത്ര. കുറച്ചായി ഇപ്പോൾ സൽക്കാരെ പോയി ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാവും. മറ്റേ ബിരിയാണിയും മറ്റു കാര്യങ്ങളൊക്കെ എപ്പോഴും കഴിക്കുന്നതാണ് അവിടുത്തെ നല്ല ഫുഡാണെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നവിടെ പോയിട്ട് മീൽസ് കഴിക്കാമെന്ന് വിചാരിക്കണം. അതെ, ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും ഇപ്പൊ സമയം എത്രയും 2 മണിയായോ? 2 മണിയാറായി. അതെ അതെ, നന്ദയ്ക്കും സൗണ്ട് അത്ര ക്ലിയർ അല്ല. അപ്പൊ അത് കാരണം പുറത്തു പോയിട്ട് ഫുഡൊക്കെ നമ്മള് കുറെ ആയിട്ട് യാത്രകളൊക്കെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതെ അതെ, അപ്പൊ അതുകൊണ്ട് വീഡിയോസ് കുറച്ചായിട്ട് ഇടുന്നില്ലായിരുന്നു. മാത്രമല്ല രാവിലെ ഈ കോൾഡും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇതുപോലെ തന്നെ യോഗ ക്ലാസ് ഉണ്ട്, പിന്നെ വൈകിട്ട് മറ്റ് ക്ലാസ്, ഉച്ചയ്ക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലും വോയിസ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നിരുന്നു. എന്നാലും അതൊന്നും റെസ്റ്റൊന്നും കൊടുത്തില്ല. അപ്പോൾ അത് കാരണം നമുക്കത് തൊണ്ടയ്ക്ക് നമ്മൾ കോൾഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് റെസ്റ്റ് നമുക്ക് ആവശ്യമാണല്ലോ. വോയിസ് റെസ്റ്റൊക്കെ കൊടുത്തൊന്ന് ചെയ്യണം. അപ്പം അതൊന്നും അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് അത് വീണ്ടും കുറച്ച് സമയം എടുത്തു മാറാനായിട്ട്. അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞങ്ങളതിനെ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. വണ്ടി പാർക്ക് ചെയ്തു. അതിനുശേഷം എന്താ സൈഡിലോട് നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിലേക്ക്. ഞങ്ങളപ്പോൾ ഈ സൈഡിലൂടെ കയറാമെന്ന് വിചാരിച്ചു. സ്റ്റെപ്പ് കണ്ടോ, ഇതിലൂടെ ഇറങ്ങി കയറി നമ്മളിപ്പോൾ ഇത് മീൽസ് കഴിക്കാന്ന് വെച്ചിട്ട് നല്ല മീൽസ് ഉണ്ടോയെന്ന് അറിയില്ല. ശരി ശരി. ഞങ്ങളങ്ങനെ ഇവിടെ വന്ന് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മീൽസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ മീൽസ് പറഞ്ഞു, മീൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. മീൽസ് ഇപ്പോൾ വരും. വന്നു കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങളോട് വെയിറ്റ് ചെയ്തിരുന്നു, കുറേ സമയം വെയിറ്റ് ചെയ്തിരുന്നു. നമ്മുടെ പേരൊക്കെ കൊടുത്തിട്ട് പേര് വിളിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ടേബിൾ കിട്ടി. അതിനുശേഷം നമ്മൾ വന്നു. ഫുഡ് ഓർഡർ ചെയ്ത് ഇസുവിന് ഇതാ ബേബി ചെയറൊക്കെ വേണമെന്ന് പറഞ്ഞ് ബേബി ചെയറൊക്കെ കിട്ടി. ഇസു അതിൻ്റെ സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മീൽസ് ഇപ്പോൾ വരും. അങ്ങനെ ഞങ്ങളുടെ മീൽസ് റെഡി ആയിട്ട് വന്നു കേട്ടോ. ഇവിടെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് മീൽസിന് വേണ്ടിയിട്ട്. ഞാനൊരു ഫിഷ് കറി മീൽസ് പറഞ്ഞു. നന്ദിത സാധാരണ പറയുന്ന പോലെ തന്നെ ഒരു വെജ് മീൽസും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടുത്തെ സൽക്കാരയിലെ ഫിഷ് കറി മീൽസ്, അതായത് ഫിഷ് കറി, മാംഗോ ഫിഷ് കറി നല്ല ടേസ്റ്റിയാണ്. നെയ്മീനായിരിക്കും മിക്കവാറും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ എന്ന് വെച്ചാൽ നല്ല തേങ്ങാപ്പാലിലൊക്കെ ചെയ്തിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പായസമുണ്ട്, പപ്പടമുണ്ട്, പഴമില്ലെന്ന് മാത്രം.
ബാക്കി തോരൻ, സാമ്പാർ, മറ്റുള്ള പതിവ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എപ്പോൾ വന്നാലും നല്ല തിരക്കായിരിക്കും എന്നുള്ളത് ഇവിടുത്തെ ഒരു സവിശേഷതയാണെന്ന്. കാരണം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ തിരക്കിൽ നിന്നിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നിട്ട് നമ്മൾ പേരൊക്കെ കൊടുത്തിട്ട് ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള രീതിയിൽ അവർ ടേബിൾ തരും. അന്നത്തേക്കൊരു ഫലൂഡ വേണമെന്ന് പറഞ്ഞു. ഫലൂഡ ഞങ്ങൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു മാംഗോ ജ്യൂസും പറഞ്ഞു കേട്ടോ. അപ്പോൾ മാംഗോ ജ്യൂസും ഫലൂഡയും പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഭക്ഷണം കഴിക്കാനായിട്ട് ഇനി റൈസും കൂടി സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കാം. എല്ലാം റെഡിയായി. നല്ല റൈസ് കിട്ടി. ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാണ്. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടുന്ന് കഴിക്കാനായിട്ട് വന്നിരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ല സംതൃപ്തി തോന്നും കേട്ടോ. ഇസുവിനും സെപ്പറേറ്റ് പ്ലേറ്റും ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഇസു വളരെ ഹാപ്പിയാണ് കേട്ടോ. അവളും സ്വയം പര്യാപ്തം നേടിയ സന്തോഷത്തിലാണ്. അങ്ങനെ ഇപ്പോൾ ഒന്ന് ചെറിയ രീതിയിലും തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പുറകിൽ കുറച്ച് ഫോറിനേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. നല്ല ടേസ്റ്റി ഫുഡാണെന്ന് പറയാതെ വയ്യ. അത് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുള്ളതാണ്. കാരണം സാധാരണ ഇവിടെ ഒരുപാട് നാളെ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട്, കാരണം ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും നല്ല ഫുൾ തിരക്കായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തിരക്കി ഇരിക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പലപ്പോഴും പാഴ്സൽ എടുത്തിട്ട് പോവുകയൊക്കെയാണ് പതിവ്. അപ്പോൾ ഇന്നെന്തായാലും ഇവിടെ തന്നെ കഴിക്കാമെന്ന് തീരുമാനിച്ച് വന്നത് കുറച്ച് നാളായില്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. മാത്രമല്ല കുറച്ച് ഇതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് പുറത്ത് വന്നിട്ട് കഴിച്ചിട്ട് കുറച്ചായി. വീഡിയോസൊക്കെ അതാണ് പെൻഡിങ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് അതിന് സാധിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞത് മറ്റ് തൊട്ടപ്പുറത്ത് ഹോട്ടലുകൾക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ഹോട്ടലിലാണ് സൽക്കാരമൊക്കെയാണ് എപ്പോഴും നല്ല തിരക്കുള്ളത്. സാമ്പാറുണ്ട്, അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഡേറ്റ്സിൻ്റെ പിക്കിള് അതും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അച്ചാറ്, നമ്മുടെ ഡേറ്റ്സ് ഈന്തപ്പഴം കൊണ്ടുള്ള അച്ചാറും ഇവിടെ നല്ല ടേസ്റ്റിയാണ്. പായസമുണ്ട് പിന്നെ കേട്ടോ. പായസമൊക്കെ നല്ല ക്വാളിറ്റി പായസമായിരിക്കും. അതായത് സേമിയ പായസമാണെന്നുള്ളത്. അത് നല്ല തിക്കായിട്ടുള്ള, ചില കടകളിൽ നിന്നൊക്കെ നമുക്ക് പായസം വാങ്ങിച്ചത് നമുക്കറിയാം, വെറുതെ സേമിയ എന്ന് പറഞ്ഞാൽ വെറുതെ വെള്ളം അതിൽ പഞ്ചസാര ഇട്ട പോലെ ഇരിക്കും. അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തന്നെ കഴിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. മീനൊക്കെ എല്ലാം സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ് കേട്ടോ. നന്ദയും വെജ് മീൽസ് പതുക്കെ കഴിക്കാൻ തുടങ്ങിയാണ്. ഇസുവിന് പിന്നെ കറിയോ ഗ്രേവിയോ ഒന്നും ഇസു എടുക്കൂല കേട്ടോ. അവൾ വെറുതെ ഉള്ള ചോറ് മാത്രമേ കഴിക്കുള്ളൂ. നന്ദയ്ക്ക് സാമ്പാർ കൂട്ടിയാണ് കഴിക്കുന്നത്. ഇവിടുത്തെ സാമ്പാർ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇസു കണ്ടോ ഇരിക്കുന്നുണ്ടോ? പക്ഷെ അവൾ ഒരു കറിയൊക്കെ കൂട്ടി അല്പം നമ്മൾ ചോറൊക്കെ വാരി കൊടുത്താൽ ചിലപ്പോൾ അല്പം കഴിക്കും. അല്ലെങ്കിൽ സ്വന്തമായിട്ട് കഴിക്കുമ്പോൾ അവൾ കറിയൊന്നും കഴിക്കില്ല എന്നുള്ളതാണ്. നന്ദിയും നല്ല ആസ്വദിക്കുന്നുണ്ട്. കൊള്ളാം അല്ലേ ഭക്ഷണം? അപ്പോൾ അങ്ങനെ ഒരു നല്ല സംതൃപ്തിയോടുകൂടി നമുക്കൊരു ഭക്ഷണം കഴിക്കാം കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഫലൂഡ കഴിക്കുകയാണ്. ഇസുവിനാണെങ്കിൽ നട്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ അത് അവൾ കഴിക്കില്ല. നട്ട്സൊക്കെ അവൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കഴിക്കുമ്പോൾ. അതിന് അവൾക്ക് ഐസ്ക്രീം മാത്രം, പ്ലെയിനായിട്ടുള്ള ഐസ്ക്രീം മാത്രം അവൾക്ക് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സൽക്കാരിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്തൊരു ഷോപ്പുണ്ട്. ഇവിടെ ഇതാണ് ഇവരുടെ മെനു. ഇന്നത്തെ സ്പെഷ്യൽ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തൊരു നട്ട്സിൻ്റെ ഒരു ഷോപ്പുണ്ട്, അൽഫാൻ എന്ന് പറഞ്ഞിട്ട്. അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ്. ഇവിടെ കയറി കുറച്ച് നട്ട്സ് കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അകത്തേക്ക് കടന്നു. ഇവിടെ നട്ട്സിൻ്റെ ഒരു കലവറയാണ്. ചോക്ലേറ്റ്സ് നീണ്ടു നിവർന്നിരിക്കുന്നുണ്ടോ, ഫുള്ള് ചോക്ലേറ്റ്സിൻ്റെ കലവറയാണ് കേട്ടോ. അതൊക്കെ അങ്ങനെ കണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് തന്നെ പെട്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഒരുപാട് ഐറ്റംസ്, എല്ലാം നമ്മൾ വിദേശത്ത് നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസൊക്കെ ഇവിടെ ലഭ്യമാണ്. ഇപ്പോൾ നാട്ടിൽ നമുക്കറിയാം ഒരുപാട് വിദേശ നിർമ്മിത സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ അതേ രൂപത്തിൽ തന്നെ കിട്ടാൻ സാധ്യതയും സാഹചര്യമുണ്ട്. എല്ലാത്തരം ഡേറ്റ്സും അതുപോലെ തന്നെ ഡേറ്റ് സിറപ്പൊക്കെ നമുക്കിവിടെ സുലഭമായിട്ട് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഷോപ്പുകൾ വരുമ്പോൾ നമുക്ക് അത്തരം ക്വാളിറ്റിയുള്ള സാധനം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞങ്ങളങ്ങനെ ബില്ല് ചെയ്തു. സഫ്രോൺ ഇരിക്കുന്നുണ്ട്, കുങ്കുമപ്പൂ. അങ്ങനെ ഞങ്ങളങ്ങനെ അടുത്ത് ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.